സുഹൃത്തുക്കളെ, ഫ്രാങ്കോയിൽ നിന്നും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ സിസ്റ്റർ റാൻറ്റിന്റെ തുറന്നു പറയൽ നിങ്ങൾ ഇതിനകം കേട്ടു കാണുമല്ലോ. രാഷ്ട്രീയ അധികാരവും മതാധികാരവും സമ്പത്തിന്റെ ആധിക്യവുമുള്ള ഫ്രാങ്കോയുടെ മാഫിയ സംഘം ഒരു വശത്ത്, കഴിക്കാൻ ഭക്ഷണം പോലുമില്ലാതെ നഗ്നത മറയ്ക്കാൻ മറ്റാരോ ഉപേക്ഷിച്ച മുണ്ട് വെട്ടിത്തയച്ച് പാവാടയാക്കി ധരിക്കേണ്ടി വരുന്ന നിസ്സഹായരായ കന്യാസ്ത്രീമാർ മറുവശത്ത്. സിസ്റ്റർ റാണിറ്റും കൂടെയുള്ള കന്യാസ്ത്രീകളും ഇപ്പോൾ ജീവിക്കുന്നത് തുന്നൽ ജോലികൾ ചെയ്താണ്. അവർക്ക് അവിടെ താമസിക്കാനുള്ള അവകാശം മാത്രമേ താൽക്കാലികമായി കൊടുത്തിട്ടുള്ളൂ. അവർക്ക് സ്വന്തം വിലാസമില്ല, റേഷൻ കാർഡ് പോലുമില്ല. അവർ ജീവിക്കാൻ വേണ്ടി തയ്യൽ പഠിച്ചു, മനോഹരമായ തുണിസഞ്ചികൾ ഉണ്ടാക്കുന്നു, അതിമനോഹരമായ എംബ്രോയ്ഡറി ചെയ്ത സാരികൾ ഉണ്ടാക്കുന്നു, നൈറ്റികൾ ഉണ്ടാക്കുന്നു. കഴിയുന്നവരൊക്കെ അത് വാങ്ങണം, അത് വാങ്ങി ഈ പോരാട്ടത്തിന്റെ ഭാഗമാകണം. അവർക്ക് ജീവിതം നിഷേധിച്ചവർക്ക് നല്ല മറുപടി കൊടുക്കാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് കഴിയണം. അപ്പോൾ സഭ അരി നൽകിയില്ലെങ്കിലും സമൂഹം അരി നൽകും. റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് ജോലി ചെയ്ത് അധ്വാനത്തിലൂടെ ജീവിക്കാനുള്ള അവകാശം ജനങ്ങൾ സംരക്ഷിച്ചു കൊടുക്കും. അത് അവിടെ തെളിയട്ടെ. പരാജയപ്പെട്ട പോരാട്ടങ്ങളെല്ലാം പരാജയപ്പെട്ടവരുടെ മാത്രം പരാജയങ്ങളായിരുന്നില്ല, മനുഷ്യ മനസാക്ഷിയുടെ പരാജയങ്ങൾ കൂടിയാണത്. ഇവർ ഒരിക്കൽ കൂടി പരാജയപ്പെട്ടാലും ഈ ലോകത്തിന് ഒന്നും സംഭവിക്കില്ല. പക്ഷേ വിജയിച്ചാൽ നാളെ പിറക്കാനിരിക്കുന്നത് മുതലുള്ള മറ്റനേകം പെൺകുഞ്ഞുങ്ങളുടെ അഭിമാനത്തിന്റെ മേലുള്ള ഒരു സംരക്ഷണ കവചമായിരിക്കും അത്. അതുകൊണ്ട് അവരെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നത് നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണ്. നമുക്ക് വിജയിക്കണം. ഫ്രാങ്കോയുടെയും ജലന്ധർ രൂപതയുടെയും പൗരോഹിത്യ മേധാവിത്വത്തിന്റെയും മാഫിയാവൽക്കരണത്തിന് എതിരെ പോരാടാൻ അവർക്കുള്ള നിയമസഹായത്തിന് ആവശ്യമായ തുക ഏതാണ്ട് 5 ലക്ഷം രൂപയാണ്. ദയവായി എല്ലാവരും സഹകരിക്കുമല്ലോ. താഴെ കൊടുത്തിരിക്കുന്ന സിസ്റ്ററിന്റെ തന്നെ സ്വന്തം അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് പണം അയക്കാവുന്നതാണ്. മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത വിശ്വാസികൾക്കും അവർക്ക് ഒരു കൈത്താങ്ങ് കൊടുക്കാവുന്നതാണ്. പള്ളി മൂടി പിടിപ്പിക്കാനും കുരിശടി വലുതാക്കാനും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ 5 അക്ക തുക കൊടുക്കാൻ വീട്ടിൽ എഴുതിയിട്ടിട്ട് പോകുമ്പോൾ ലോൺ എടുത്തിട്ടാണെങ്കിലും അത് തവണകളായി കൊടുക്കാൻ കാണിക്കുന്ന അത്ര ആവേശം ഇവിടെ കാണിച്ചില്ലെങ്കിലും നിങ്ങളുടെ ചെറിയ തുകകൾ അവർക്ക് ഒരു സഹായമാകും. നാട്ടിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ വന്നിട്ടും അച്ഛന്മാരെ തീറ്റിപ്പോറ്റാനും പള്ളികൾ വാടകയ്ക്കെടുക്കാനും വരെ ലക്ഷങ്ങൾ ചെലവാക്കുന്നതിന്റെ അത്രയും ആയാസമില്ല ഈ സഹായത്തിന്. നീളം കുപ്പായക്കാരുടെ ലീലാവിലാസങ്ങൾക്ക് വേണ്ടി പെൺകുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കുന്നത് ഇന്ന് നന്നേ കുറവ് വന്നിട്ടുണ്ടെങ്കിലും ഇരയാക്കപ്പെടുന്നവർ പലയിടത്തും ഇന്നും നിശബ്ദരാണ്. അവർക്ക് കൂടി പ്രചോദനമാകും റാണിറ്റിന്റെ ഈ നിയമ പോരാട്ടം. അവരുടെ ഈ നിയമ പോരാട്ടത്തിന് ഒരു കൈത്താങ്ങായി എസൻസ് ഗ്ലോബൽ അയർലൻഡ് ഞങ്ങളാൽ കഴിയുന്നത് അവർക്ക് സമാഹരിച്ച് നൽകുന്നതാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. നിങ്ങളും ഇതിൽ പങ്കാളികളാകുമല്ലോ. ഇതും ഒരു അതിജീവിതയാണ്, ശക്തനെതിരെ ശബ്ദമുയർത്തിയ അതിജീവിത.